ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് മാസ്റ്ററി മെന്റർ. കടക്കിണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഒരേ സമയം തന്നെ സമ്പത്തും വളർത്താൻ സാധിക്കുന്നു. കടം നിങ്ങളുടെ ഉറ്റ സുഹൃത്താവാം, ചിലപ്പോൾ ശത്രുവുമാകാം. എങ്ങനെയാണെന്ന് നോക്കാം. നിക്ഷേപങ്ങൾക്കായി ആളുകൾ വായ്പ എടുക്കുന്നതും സാമ്പത്തികമായി സ്വതന്ത്രനാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിനായി ആളുകൾ വായ്പ എടുക്കുന്നതും എന്നേക്കുമായി കടത്തിലാകുന്നതും കണ്ടിട്ടുണ്ട്. ഈ ഒരു വ്യത്യാസമാണ് കടം നിങ്ങൾക്ക് സുഹൃത്താവാം അല്ലെങ്കിൽ ശത്രുവാകാം എന്ന് ഞാൻ പറയുന്നത്. ഇതിന് വ്യത്യാസം എന്ന് പറയുന്നത് നല്ല കടവും മോശം കടവുമായിട്ടുള്ളതാണ്. നല്ല കടം അത് സമ്പത്തിനെ വളർത്തുന്നു. ഭവന വായ്പ, ബിസിനസ് വായ്പ ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. എന്നാൽ മോശം കടമോ സമ്പത്ത് ചോർത്തുന്നു. ക്രെഡിറ്റ് കാർഡ്, EMI, ആവശ്യമില്ലാത്ത മറ്റ് കടബാധ്യതകൾ ഇതെല്ലാം തന്നെ അത്തരം മോശം കടത്തിൽ ഉൾപ്പെടുന്നു. നിങ്ങൾക്ക് മോശം കടമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ തീർപ്പാക്കുക. വായ്പ എടുക്കുകയാണെങ്കിൽ അത് ബാധ്യതകൾക്കായിട്ടല്ല, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ എങ്ങനെയാണ് കടം കൈകാര്യം ചെയ്യുന്നത്? താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല കടമാണോ മോശം കടമാണോ ഉള്ളത് എന്ന്. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.